ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ബഷീർ ബാഷി അതുപോലെ മഷൂറ സുഹാന ഇവരെ പറ്റിയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ സുഹാനനെ മറ്റു രണ്ടുപേര് ഒഴിവാക്കി. അതുപോലെ ഈ സുഹാന ഇവരുടെ പിന്നാലെ കടിച്ചു തൂങ്ങി നടക്കുകയാണ് എന്നുള്ള ലെവലിലാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീഡിയോകൾ ചെയ്യുന്നത് ആളുകൾ. ഇവരെ ഒന്നിനും കഴിയാതെ ഇവരെ പിന്നാലെ കടിച്ചു തൂങ്ങി നടക്കുകയാണെന്നുള്ള ലെവലിലാണ് ഇവർ ഇപ്പോൾ വീഡിയോ ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ, യൂട്യൂബിലൊക്കെ. അപ്പോൾ അതിന് മറുപടിയായിട്ട് നമ്മുടെ സുഹാന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഞാൻ ഈ വീഡിയോ പറയണതാണ്, എനിക്കെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഞാൻ എൻ്റെ ചാനലിൽ പറയും. വേറെ ഏത് ചാനലിൽ പോയി നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഈ ഫാമിലി നിൽക്കണ്ടേ, അത് ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞോളാം. എനിക്ക് ഇവരായിട്ട് ഒരു ബന്ധമില്ലേ, അത് ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞോളാം. എനിക്ക് ആരെയും എന്താ പറഞ്ഞാൽ ഞാൻ ആരെങ്കിലും പേടിച്ച് നിൽക്കണതാണ്, അല്ലെങ്കിൽ ഞാൻ തിന്നാനും കുടിക്കാത്ത വീട്ടിൽ നിന്ന് വന്ന അങ്ങനെ ഒന്നും വിചാരിക്കണം. നല്ല ഫാമിലിയിൽ നിന്ന് തന്നെയാണ് ഞാൻ വന്നത്. എനിക്ക് ആരും എന്താ പറഞ്ഞാൽ വേറെ വഴിയില്ല, പോകാനൊരു ഇടവില്ല, അങ്ങനെ ആരും വിചാരിക്കണ്ട. അത്യാവശ്യം നയിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ഒരു യൂട്യൂബ് ചാനലിൽ എനിക്കുണ്ട്. അപ്പൊ അങ്ങനെ വിചാരിക്കണ്ട ഞാൻ ചിരിക്കണത് ശരി ഫേക്ക്. അത് എന്നെ മനസ്സിലാക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ മമ്മയായാലും അജിതാന്റിയൊക്കെ ആയാലും ഇതൊക്കെ കണ്ടിട്ട് അവർക്കും മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ട്. എന്നുവെച്ചാൽ അവർക്കൊക്കെ നമ്മളറിയണവർക്ക് അറിയാം ഇത് എത്രത്തോളം അതുണ്ടെന്ന്. അപ്പൊ അവരെല്ലാരും പറയണത് ഇതിങ്ങനെ വിട്ടുകൊടുക്കരുത്, അതിന്റെ വഴിക്ക് പോട്ടെ. നമ്മുടെ കുറച്ച് ബിസിനസ്, നമ്മുടെ മെന്റൽ ഹെൽത്ത് എല്ലാം നശിക്കണല്ലേ. അപ്പം അതിനുള്ളത് തരാം. അപ്പൊ ഇനി ഞാൻ പറയണേണ്, എന്നെ സ്നേഹിക്കണവർക്ക് പറയണേണ്, നിങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വിശ്വസിക്കരുത്. എന്റെ ചാനൽ വന്ന് നോക്കുക, എന്തെങ്കിലും ഉണ്ടാകും. ഇല്ല, നമ്മൾ ഡെയിലി വ്ളോഗൊക്കെ ആണെങ്കിൽ അതൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് പോവുക. അല്ലാതെ ഇങ്ങനെ കുറെ മഞ്ഞപ്പടേ എന്താ പറയാ, എന്റെ അടുത്താണ് ചോദിക്കുന്നത് മലയാളം. എന്താണ് ഈ മഞ്ഞ ന്യൂസ് പേപ്പറിൽ എന്തോ പറയൂല, അത് മനസ്സിലായിട്ടുണ്ടാവുമല്ല. അങ്ങനത്തെ ടീമാണ് ഇപ്പൊ കുറെ ഇറങ്ങിയേക്കണം. കോൾഡുമായി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ചാനലിൽ നോക്കിയാൽ മതി, അല്ല നമ്മുടെ ഫാമിലി വ്ളോഗ്സിൽ നോക്കിയാൽ മതി. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞു ആരും പറയണ വിശ്വസിക്കരുത്, പടച്ചോട് ഓർത്ത് വിശ്വസിക്കരുത്. നമ്മൾ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. ഞങ്ങളെ സ്നേഹിക്കണവരെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഇനി എനിക്ക് വീട്ടിൽ പോയിട്ട് 2-3 വീഡിയോ എടുക്കാം. ഒന്നും പറയണ്ട. നാളെ പോകാനുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 3 വീഡിയോ ഇന്ന് എടുത്തായിരുന്നു. എക്സ്ട്രാ വീഡിയോ എടുത്ത് വെച്ചു. എനിക്ക് ബിസിനസ് ഒന്നും മുടക്കിട്ട് പറ്റൂല ഗൈസ്. ഈ വെറുതെ ചിക്കിളി കേസുകൾ. എന്റെ ബിസിനസ് ഞങ്ങളുടെ ബിസിനസ് എല്ലാം ഒന്ന് തന്നെ ഉണ്ടെങ്കിൽ അതിലാരും പറയാൻ നിൽക്കല്ലോ. നമുക്ക് വേണ്ടിയാ ഇത് കട്ട് ചെയ്തെടുത്തോടുകൂടി എന്നിട്ട് പറയും ഫസ്റ്റ് ഓഫ് ഓൾ ഹൂ കേസ്. എനിക്കിത് മാറ്റർ അല്ല, ഇത് എന്നെ ബാധിച്ചിട്ടും ഇല്ല. പിന്നെ എന്റെ ഫാമിലിയുടെ സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ഇതിന് നിന്നിട്ടുള്ളത്. നമ്മളെ സ്നേഹിക്കണവർക്ക് കുറച്ച് വിഷം പോയി, നമുക്കും വിഷം പോയി. അതുതന്നെയാണ് ഇതിന്റെ ഇത് മെയിൻ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളിലേക്ക് തെറ്റിദ്ധാരണ പരത്തുന്നത്, അതാണ് മെയിൻ പ്രശ്നം. ആളുകളിലേക്ക് തെറ്റിദ്ധാരണ നിങ്ങൾ പരത്തിക്കൊണ്ടിരിക്കണാണ്. തെറ്റിദ്ധാരണയും എന്താ പറയാ, ഭയങ്കര ഹേറ്റ്, നെഗറ്റിവിറ്റി. നിങ്ങൾ ഞങ്ങളുടെ ഫാമിലിനെ പറ്റി നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി പരത്തിക്കൊണ്ടിരിക്കണാണ്. അതിന് ഞാൻ എണ്ണി പകരം ചോദിക്കും. നിങ്ങൾ കണ്ടോ അത്? ആള് സീനായിട്ടുണ്ട്. ഇങ്ങനത്തെ കുറെ ഫേക്ക് പീപ്പിൾ ഉണ്ടല്ലോ, എന്തെങ്കിലും കണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മളെ ഇരയാക്കി ഇടുന്നത്. റീച്ച് കുറഞ്ഞ ബഷീറിന്റെ ഫാമിലി എടുത്തിടുക, റീച്ച് കൂട്ടുക. അതുള്ളത് നമ്മൾ ഈ ഇരിക്കുന്ന സാധനം വന്നിട്ട് 8 വർഷം കഴിഞ്ഞ്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ പോലെ സുനു ഈ പിള്ളേരെ പറയണില്ല, അത് നിർത്തിക്കോട്ടെ. അത് ഒരു എങ്ങനെ ആവട്ടെ, ഏത് തള്ളയെ പോലും മനസ്സുരുകി ഒരു പ്രാഗിയുണ്ടല്ലോ, അത് എല്ലാവർക്കും കേൾക്കണം. തന്നെ മക്കളെ പറയാൻ നിൽക്കണ്ട. സുനു, സൈഗു, എബ്രു 3 നേരം പറയാൻ നിൽക്കണ്ട. അപ്പൊ പോട്ടെ, അത് ഞാൻ പറഞ്ഞാണ്. അപ്പൊ ഇനിയിപ്പോ സുനുവിനെ കെട്ടിച്ച് സുനുവിന്റെ മക്കളായാലും ഈ ഡയലോഗ് പറയണത് അത് വളരെ മോശമാണ്. കണ്ടന്റിന് വേണ്ടി അങ്ങനെ ഇട്ടോണ്ടിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം. ഇപ്പൊ നടക്കണ കാര്യങ്ങൾ ഡെയിലി ന്യൂസ് പേപ്പറിൽ നോക്കിയിട്ട് അതിനെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നല്ല ആൾക്കാരെ കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ. ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങളുള്ള കാര്യങ്ങൾ കണ്ടന്റ് വെച്ചല്ലേ നിങ്ങൾ ചെയ്യണം, ഇല്ലാത്ത കണ്ടന്റ്. ഓരോ ദിവസവും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ. അപ്പോൾ കേട്ടല്ലോ, അപ്പോൾ ഇവരെ വെച്ചിട്ട് ഇത്രയും മോശമായ കണ്ടന്റിന് വേണ്ടി, റീച്ചിന് വേണ്ടി വീഡിയോ ചെയ്യുന്നവർ അത് ചെയ്യാതിരിക്കുക. ഇവരുടെ ചാനലിൽ ഇവരുടെ കാര്യങ്ങൾ ചെയ്യും. ഇവർ തമ്മിലൊരു പ്രശ്നവുമില്ല എന്ന് അവരെന്നെ വീഡിയോ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരം വീഡിയോകൾ ചെയ്യാതിരിക്കുക.
അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.